പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഭയത്തിൻ്റെ ഫീലിങ്ങും, സുരക്ഷിതമില്ലായ്മയുടെ ഫീലിങ്ങും, നിരാശയുടെ ഫീലിങ്ങും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നല്ല. അതെല്ലാം സാത്താനിൽ നിന്ന് വരുന്നതാണ്. സാത്താൻ നമ്മുടെ മനസ്സിൽ സംശയം കൊണ്ടുവന്ന് ഇടാനായിട്ട് നോക്കും. എന്തിനാണെന്നറിയാവോ? നമ്മെ ഈ സത്യദൈവത്തിൽ നിന്ന്, നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടു പോകാനായിട്ട്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 5:3, Psalm 5:3, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തെ ഓരോ ദിവസവും രാവിലെ ഒന്ന് മീറ്റ് ചെയ്യുന്നത് നമ്മെ യുദ്ധത്തിനു വേണ്ടി ഒരുക്കുന്നതാണ്. നാം ദൈവവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, നമുക്ക് അവൻ്റെ വചനം അവൻ പകർന്നു തരുമ്പോൾ നാം അവനിൽ ശക്തി പ്രാപിക്കുക. ദൈവത്തിൻ്റെ എല്ലാ വചനവും ദൈവശ്വാസീയമാണ്. അങ്ങനെ ദൈവശ്വാസീയമായിട്ടുള്ള ആ വചനം ശാസനയ്ക്കും ഗുണീകരണത്തിനും ഒക്കെ ഉതകുന്നതാണ്. We must be in His word and in tune with His guidance in order to be prepared for the events to come. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ സർവായുധവർഗം നാം ധരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഒരു ജയജീവിതം നയിപ്പാൻ പറ്റത്തുള്ളൂ. നാം ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ദൈവം സർവ്വകൃപാലുവായ ദൈവമാണ്. അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറും, നമ്മുടെ മനസ്സിലേക്ക് തുളച്ചു കയറും. എന്നിട്ട് ഈ പിശാചിൻ്റെ എല്ലാ സ്കീംസും ഉണ്ടല്ലോ, എല്ലാ തന്ത്രവും ഉണ്ടല്ലോ, അത് നമ്മുടെ മേൽ വന്നലിക്കുമ്പോഴും നമ്മൾ വീണു പോകാതെ ഉറപ്പുള്ളവരായി ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് ഇടയാകും. പ്രൈസ് ഗോഡ്. സത്യവും നീതിയും സമാധാനവും വിശ്വാസവും രക്ഷയും പരിശുദ്ധാത്മാവും ഇതെല്ലാം നമ്മിൽ കാണണം. ഓരോ ദിവസവും നാം നമ്മുടെ ഓരോ ഡേ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉറച്ചു നിൽക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നാം നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിച്ചോണം. പ്രൈസ് ഗോഡ്. 1 രാജാക്കന്മാർ 14 അധ്യായം അതിൻ്റെ 7 വാക്യം. 1 Kings chapter 17:4. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഏലിയാവിൻ്റെ കാക്കയാണ് തനിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിരുന്നത്. ഈ കാക്കകൾ അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നെ ഏലിയാവിന് ഭക്ഷണം കൊടുത്തത് ഒരു വിധവയാണ്. ആ വിധവയ്ക്ക് അറിയാമായിരുന്നു തനിക്കും തൻ്റെ മകന് പോലും ആവശ്യമുള്ള ഭക്ഷണം അവിടെ ഇല്ല എന്ന്. അത് ഉണ്ടാക്കി തിന്നിട്ട് മരിക്കാനിരുന്ന വിധവയുടെ അടുത്തേക്കാണ് ദൈവം ആ പ്രവാചകനെ അയച്ചത്. എന്നാൽ ആ പ്രവാചകൻ അവിടെ വന്ന ശേഷം അവളുടെ കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാലഘട്ടങ്ങളിൽ പ്രൊവൈഡ് ചെയ്തത് ഓർക്കുമ്പോൾ ഇന്നും നന്ദി കൊണ്ട് ദൈവപൈതലേ നിൻ്റെ ഹൃദയം നിറയുന്നില്ലേ? എത്ര സ്പെസിഫിക്കായിട്ടുള്ള നമ്മുടെ നീഡ്സ് അവൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഒത്തിരി അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല ചിലതിനൊന്നും, അല്ലേ? ഏതൊക്കെ സംഭവങ്ങളാണെങ്കിലും ഒരു കാര്യം കുഞ്ഞെ, നിനക്കുറപ്പല്ലേ? ഗോഡ് ഈസ് പ്രൊവൈഡർ ഓഫ് വാട്ട് ഹി തിങ്സ് വി നീഡ് ആൻഡ് ഇൻ ഹിസ് ടൈം. ഹല്ലേലൂയ. അവനാണ് യഹോവ ജൈറ, നമ്മളെ കരുതുന്ന ദൈവം. അബ്രഹാമിന് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ചെന്നപ്പോൾ ഇസഹാക്കിന് പകരം പ്രൊവൈഡ് ചെയ്തവിടെ, അല്ലേ? ഡെസേർട്ടിൽ, മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് മന്ന അവൻ പ്രൊവൈഡ് ചെയ്തു. പറയുന്നത് അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോലും പോയില്ല. അതുപോലെ ദൈവം അവരെ പോറ്റി. അപ്പോൾ ഓരോ ദിവസവും നാം അതിരാവിലെ ദൈവത്തെ അപ്രോച്ച് ചെയ്താൽ നാം എന്താണെന്നറിയാമോ ഡിക്ലെയർ ചെയ്യുന്നത്? അവൻ നമ്മൾ കരുതുമെന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് നാം തന്നെ പറയുക. താഴ്മയോടെ നാം അവൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറ. ദൈവത്തോട് നാം ചോദിച്ച് ഓരോന്നും മേടിക്കുന്നത് നമ്മെ തന്നെ ദൈവം ഹമ്പിളാക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു മാർഗമാണെന്ന്
നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ഇല്ല. യെശയ്യാ പ്രവചനം 46:4 ഐസായ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരിക്കോളും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വഴികളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഒരു ബുക്ക് തന്നെ വേണ്ടി വരും, അല്ലേ? പക്ഷെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റ് ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് വായിച്ചു നോക്കിയാൽ അതെത്ര വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാ ഫിസിക്കൽ നീഡ്സും അവൻ മീറ്റ് ചെയ്യും. അതായത് കുഞ്ഞെ, ശാരീരികമായി നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അവൻ നിനക്ക് മീറ്റ് ചെയ്ത് തരുന്ന ഒരു ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 6 അതിൻ്റെ 31-32 ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്തോത്രം. നമുക്ക് അവൻ ആവശ്യത്തിന് റെസ്റ്റ് തരുന്ന ദൈവമാണ്, സ്വസ്ഥത തരുന്ന ദൈവമാണ്. സങ്കീർത്തനം 23:2 പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അവൻ നമുക്ക് ഡയറക്ഷൻ തരുന്ന ദൈവമാണ്. എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്ന് ഒരുക്കിയിരുന്നു. എല്ലാ ടെംപ്റ്റേഷൻസിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള വഴി സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കുന്ന ദൈവമാണ്. 1 കൊരിന്ത്യർ 10 അതിൻ്റെ 13 ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 10:13 ഇങ്ങനെ പറയുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ദൈവം നമുക്ക് കൃപ തരും. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യർ 9:8 2 Corinthians chapter 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ദൈവം നമ്മെ കംഫർട്ട് ചെയ്യും. അവൻ നമുക്ക് സമാധാനം തരും. സങ്കീർത്തനം 46:1 ഇങ്ങനെ പറയുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുപോലെ റോമാലേഖനം 5:1 ഇങ്ങനെ പറയുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം നമുക്ക് ദൈവം തരുന്ന നന്മകളല്ലേ? അൾട്ടിമേറ്റ്ലി ഗോഡ് പോയിൻറ്റ്സ് അസ് ടു ഹിസ് ട്രൂത്ത്. എന്തുവാ ആ സത്യം? യോഹന്നാൻ്റെ സുവിശേഷം 16:13 ഇങ്ങനെയാണ് പറയുന്നത്. ജോൺ 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എത്ര നല്ല ദൈവമാണ്. എന്നിട്ട് അവൻ നമ്മെ രക്ഷിക്കുന്നു. യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോട് അടുത്ത് വരുമെന്നാണ് യാക്കോബ് 4:8 കാണുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ല്.
ജീവിതത്തിൽ ഉണർന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ ചില മിനിറ്റ്സ് അവനോട് ചേർന്ന് സമയം ചെലവഴിക്കുക. അവൻ നിൻ്റെയും അടുത്തേക്ക് വരുന്നത് നിനക്ക് അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഇടയാകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാപം കൊണ്ട് നിറഞ്ഞ ഈ ഭൂമിയിൽ കർത്താവെ, ഞങ്ങളെ രക്ഷിപ്പാൻ നീ കടന്നു വരിക മാത്രമല്ല, രക്ഷിച്ചെടുത്ത് ഞങ്ങളുടെ എല്ലാ പ്രൊവിഷൻസും തന്ന് സമാധാനവും സ്വസ്ഥതയും നിത്യജീവനും തന്ന് നടത്തുന്ന നിൻ്റെ വലിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് ഏറെ നന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, അതിരാവിലെ എഴുന്നേറ്റ് നിന്നോട് പ്രാർത്ഥിപ്പാൻ, നിൻ്റെ വചനം വായിപ്പാൻ എല്ലാം നീ ഞങ്ങളെ അഭ്യസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.